അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷമങ്ങളോ പ്രയാസങ്ങളോ അനാവശ്യ ചിന്തകളോ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിലേക്ക് ശ്രദ്ധ പോകുന്നു. അപ്പൊ ശ്രദ്ധ അതിലേക്ക് പോവാതിരിക്കാൻ എന്താ വേണ്ടത്? അപ്പൊ നാമജപം എന്ന് പറയുന്നത് കേവലം നമ്മൾ ജപിച്ചാ പോരാ. യമദൂതന്മാര് യമഭടന്മാര് തന്നെ വരിഞ്ഞു മുറുക്കി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു തോന്നൽ, ശ്വാസം മുട്ടലും തൻ്റെ ശരീരം മുഴുവൻ ജീവൻ പോകുന്ന വേദനയൊക്കെ അനുഭവിച്ചപ്പോൾ ഒരു നിമിഷം അറിയാതെ ഉറക്കെ വിളിച്ചു, നാരായണ, വേദന കൊണ്ട്. ആ സമയത്ത് നാരായണന്റെ വിഷ്ണുദൂതന്മാരെ വന്ന് ആ യമദൂതന്മാരോട് പറഞ്ഞു, നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ഇയാള് സകല പാപത്തിൽ നിന്നും മുക്തനായി. അങ്ങനെ യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ ഒരു ഡിബേറ്റ്, ചർച്ച. കോടതിയിലൊക്കെ വക്കീൽമാര് ആർഗ്യൂ ചെയ്യുന്ന പോലെ. ഇദ്ദേഹത്തിന്റെ പാപം നാരായണ എന്ന് വിളിച്ചാൽ പോവോ? വിഷ്ണുദൂതന്മാര് വാദിച്ചു പോവും. യമദൂതന്മാര് പറഞ്ഞു, എന്നാ പിന്നെ എല്ലാ തോന്നിവാസവും ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? നാരായണ എന്ന് വിളിച്ചാ പോരെ, കാര്യം എളുപ്പമായില്ലേ? ഇത് തോന്നിവാസം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ലേ? പറഞ്ഞു, അങ്ങനെയല്ല, വെറുതെ വിളിച്ചാ പോരാ, ആ വിളി അങ്ങോട്ട് ഉള്ളിത്തട്ടണം. അതെങ്ങനെയാ അറിയാ? അജാമിളനെ പോലെ വിളിച്ചാൽ പാപം തീരും. ആരെ പോലെ? അതെന്താണ് അജാമിളനെ പോലെ വിളിച്ചാൽ പാപം തീരും? അജാമിളന്റെ ആ വിളിയോടുകൂടി, അത് വെറും വിളിയായിരുന്നില്ല, അത് അജാമിളന് തന്നെ വലിയൊരു ഉദ്ബോധനമുണ്ടാക്കി, അറിവുണ്ടാക്കി, തിരിച്ചറിവുണ്ടാക്കി. അജാമിളന് മനസ്സിലായി, താൻ നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ അനുഭവിക്കണം. കാലം എന്നെ വെറുതെ വിടില്ല. കാലം എനിക്ക് ചില പരീക്ഷണങ്ങളൊക്കെ തരും. എവറി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭാരതീയ ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു. ഏത് കർമ്മത്തിനും ഒരു കർമ്മഫലം സുനിശ്ചിതമാണ്. കാരണം ഇത് കർമ്മചക്രമാണ് ജീവിതം. ഇപ്പൊ കർമ്മചക്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നോ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ആകർഷണമുണ്ടാക്കും. എന്താണ് കർമ്മഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ആകർഷണമാണ് കർമ്മഫലം. കർമ്മത്തിനൊരു ആകർഷണമുണ്ട്, മറക്കരുത്. ആരിലേക്കാണ് ആകർഷിക്കുന്നത്? നമ്മളിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഒരാളെ വേണ്ടാത്തത് വിളിച്ചാലും നിങ്ങളിലേക്കാണ് ആകർഷണം. അപ്പൊ കാലം നിങ്ങൾക്ക് വീണ്ടും പരീക്ഷണങ്ങൾ തരണം. രാമായണത്തിൽ ശ്രീരാമസ്വാമി ഒരു ഭാര്യയെ അമ്പെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ, ഒളിയമ്പെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൃഷ്ണാവതാരത്തിൽ ഒരു വേടൻ കൃഷ്ണനെയും ഒളിയമ്പിയാൻ കാത്തിരിക്കണം. അത് അവതാരങ്ങൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സിലാവുണ്ടല്ലോ? അതാണ് കാലത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്. അവതാരങ്ങൾക്ക് പോലും ഇത്തരം കർമ്മത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. രാമായണത്തില് ഈ ഒരു സന്ദർഭം വരും. ഗുഹന്റെ അടുത്ത് വരുന്ന രാമൻ ഇലകളിൽ കിടന്നുറങ്ങുമ്പോൾ നെഞ്ചുപൊട്ടി ഗുഹന്, പള്ളിമെത്തയിൽ കിടക്കേണ്ട രാമന്, സീതാദേവിക്കും ഈ ഉണക്കപ്പുല്ലിലൊക്കെ കിടക്കേണ്ട, ഇലകളിലൊക്കെ കിടക്കേണ്ട ഗതികേട് വന്നുവല്ലോ. ചോദിക്കുകയാണ്, കൈകേയി മന്ധരാബുദ്ധിമസ്തായ പാപമാജൻ. കൈകേയി ആ മന്ധരയുടെ ബുദ്ധിയോട് ചേർന്നിട്ട് ഈ കൊടും പാപം ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനൊരു അനുഭവം രാമൻ ഉണ്ടായത്. അതിന് ലക്ഷ്മണൻ ഉത്തരം പറയാണ്, ഗുഹൻ, ആരാരുടെ ദുഃഖത്തിന് കാരണം? ആരും ആരുടെയും ദുഃഖത്തിന് കാരണമല്ല. അതെല്ലാം ഒരു നിയോഗമാണ്. അവനവന്റെ ദുഃഖങ്ങൾക്ക് കാരണം സ്വപൂർവാർജിത കർമ്മമേവ നൃണാം. സ്വപൂർവാർജിത കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതൊക്കെ നാളെ നിങ്ങളുടെ അനുഭവങ്ങളായി വരും. ഇന്ന് ദീനത ചിന്തിക്കുന്നവന് നാളെ ദുഃഖങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്ത് ചിന്തിച്ചു കൂട്ടുന്നോ അത് അനുഭവങ്ങളായി വരും. ആ ഒരു ബോധം ആർക്കുണ്ടായി? അജാമിളനുണ്ടായി. അജാമിളൻ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോ യമദൂതരുമില്ല, വിഷ്ണുദൂതരുമില്ല. ഇതെല്ലാം കിംവാ സ്വപ്നം.
ഒരു സ്വപ്നം പോലെ തോന്നിയെന്നാണ്. പിന്നെ അദ്ദേഹം അവിടെ നിന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തില്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതും ചെയ്തതുമായ കർമ്മങ്ങളുടെ എല്ലാം കർമ്മഫലം എന്നെ വേട്ടയാടും. ആ കർമ്മഫലങ്ങളൊക്കെ എന്നെ തളർത്തുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിനെ ഞാൻ വളർത്തണം, മനസ്സിനെ ഞാൻ കരുത്തുള്ളതാക്കണം. ഇത് നമുക്കൊക്കെ ഉള്ളൊരു ലെസനാണ്. പ്രായമാകും തോറും നമ്മുടെ മനസ്സ് ക്രമേണ ക്രമേണ തളരും. എന്താ തളരാൻ കാരണം എന്നറിയോ? ചെറുപ്പകാലങ്ങളിലൊക്കെ ലൗകിക ജീവിത സുഖങ്ങളിൽ ശരീരത്തിന്റെയും കുടുംബത്തിന്റെയും മാത്രം സൗകര്യങ്ങളും സുഖങ്ങളും നോക്കിയപ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ ശരീരവും കുടുംബവും ഒക്കെ നമ്മളിൽ നിന്നും അകലുകയും തളരുകയും ചെയ്യുമെന്ന്. അപ്പൊ അതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സും തളരാൻ ബാധ്യസ്ഥമാണ്. അപ്പൊ അങ്ങനെ മനസ്സ് തളരാതിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഉയർത്തേണ്ടതുണ്ട്. ഈ തിരിച്ചറിവുണ്ടായി അജാമിളൻ. അതുകൊണ്ടോ സർവത്ര സംഘം സൃജ്യ, അദ്ദേഹം വീടൊക്കെ വിട്ടു. എന്നിട്ട് അദ്ദേഹം നേരെ പോകുന്നത് ഗംഗാദ്വാരമുപേയായ മുക്ത സർവാനുബന്ധന. ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ എന്നാണ് അർത്ഥം. എല്ലാം വിട്ടിട്ട് ഈ അജാമിളൻ എങ്ങോട്ടാ പോയത്? എങ്ങോട്ട് പോയി? പൊതുവെ നമ്മൾ ഈ തെറ്റായി കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് അജാമിളൻ ഇങ്ങോട്ട് നാരായണ എന്ന് വിളിച്ചപ്പോഴേക്കും വൈകുണ്ഠത്തിൽ നിന്ന് ഫ്ലൈറ്റ് വന്നു, ഇദ്ദേഹത്തിനെ ഫ്ലൈറ്റിൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെയൊന്നും ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഭാഗവതത്തിൽ ഈ ഫ്ലൈറ്റ് പരിപാടിയൊന്നുമില്ല. ഭാഗവതത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് ഇതി ജാതസ്സു നിർവേദ ക്ഷണസംഖ്യേന സാധുഷു ഗംഗാദ്വാരമുപേയായ സർവാനുബന്ധന. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 2-ാം അധ്യായത്തിലെ ഈ 64-ാമത്തെ ശ്ലോകമായിരിക്കണം. അതാണ് ഞാൻ ഈ പറയുന്നത്. ഏതായാലും അജാമിളൻ നേരെ എല്ലാ ബന്ധങ്ങളും വിട്ട് എവിടേക്ക് പോയി? ഗംഗാദ്വാര, ഹരിദ്വാർ. അവിടെ ചെന്നിട്ട് തസ്മിൻ ദേവസദനെ, ആ ദിവ്യഭൂമിയില്, ആ പവിത്ര ഭൂമിയില് ആസീനം, ഒരു ഭാഗത്തിരുന്ന് എന്ത് ചെയ്തു? അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു? ധ്യാനമൊക്കെ ചെയ്യാൻ തുടങ്ങി. ജപവും ധ്യാനവും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മനസ്സ് ജപത്തിൽ മുഴുകി 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 തൻ്റെ എല്ലാ തെറ്റുകളെയും മറന്ന് തൻ്റെ എല്ലാ തരത്തിലുള്ള ചിന്തകളും വിട്ട് ഏതിൽ തന്നെ മുഴുകി? നാമത്തിൽ അങ്ങനെ മുഴുകി 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 സമയം പോയതൊന്നും അറിഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി എൻ്റെ മനസ്സ് സ്വസ്ഥമായി. കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും ഇല്ല. അങ്ങനൊരു വലിയൊരു പ്യൂരിഫിക്കേഷൻ മനസ്സിലുണ്ടായി. ആ ഒരു ജപത്തിന്റെ പരിശുദ്ധിയില് കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഹിത്വാ കളേവരം തീർത്തേ ഗംഗായം ദർശനാദനം സത്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനം. ഭാഗവത്തിൽ പറയുന്നത് ഗംഗയിൽ ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. ഭഗവൽ ആ സ്മരണയോടുകൂടിയിട്ട്, നാമജപത്തോടുകൂടിയിട്ട് അദ്ദേഹം മനസ്സിനെ പ്യൂരിഫൈ ചെയ്തു എന്നാണ്. അപ്പൊ നാമജപം എന്ന് പറയുന്നത് കേവലം നമ്മൾ ജപിച്ചാ പോരാ, മനസ്സ് അതിലേക്ക് അങ്ങോട്ട്, ഞാൻ പറഞ്ഞു, നാമ ആസക്തിയാണ് ഭക്തി എന്ന്. എന്താണ് ഭക്തി? മറക്കരുത്, നാമത്തിലുള്ള ഒരു ആസക്തി വരാനുണ്ട്. അതായത് എത്ര ജപിച്ചാലും നമുക്ക് മതി എന്നൊരിക്കലും തോന്നാത്ത വിധത്തിൽ മനസ്സ് അതിൽ തന്നെ വീണ്ടും 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 മുഴുകാൻ ഒരു ഉൾപ്രേരണ വരിക. ആ ഉൾപ്രേരണ വന്നതും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് സകല വിചാരങ്ങളും ചിന്തകളും മാറി ആള് സ്വസ്ഥനായി, മുക്തനായി. അപ്പൊ നാമജപം കൊണ്ട് സർവപാപത്തിൽ നിന്നും മുക്തനാവും എന്ന് ഉറപ്പിച്ചു തരികയാണ്. അതാണ് വ്യാസഭഗവാൻ ഭാഗവതത്തിന്റെ ഒടുവിൽ പറഞ്ഞത്, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇത് നമുക്ക് ഉറപ്പു തരികയാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് ജപിച്ചാ പോരാ, ആ ജപത്തിൽ അത്രയും ആഴണം, വാഴണം, അതിലേക്ക് അങ്ങോട്ട് മുഴുകിച്ചേരണം. അങ്ങനെ ആർക്ക് സാധിക്കുന്നുണ്ടോ സകല പാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവർക്ക് മുക്തരായി തീരാൻ സാധിക്കും. എന്താണ് ഈ കഥ പറയുന്നത്? നാമജപം കൊണ്ട് ഉള്ളിലുള്ള ചിന്തകളെ നമുക്ക്
മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നാമത്തിലേക്ക് തന്നെ ശ്രദ്ധ വരുമ്പോൾ, നാമത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റു ചിന്തകളിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത കുറഞ്ഞ് പിന്നെ നാമത്തോടുള്ള താല്പര്യം, നാമത്തോടുള്ള ഇഷ്ടം, നാമത്തോടുള്ള ആകർഷണം, നാമത്തോടുള്ള നമ്മുടെ ആ ഒരു തീവ്രത കൂടുന്തോറും മറ്റു ചിന്തകളിലോടുള്ള തീവ്രത അവർക്ക് കുറയും. അപ്പൊ ഒരു ചിന്തയിലേക്കുള്ള തീവ്രത കുറയണമെങ്കിൽ, മീൻസ് ശ്രദ്ധ പോകണമെങ്കിൽ, വേറൊരു ചിന്തയിലേക്കുള്ള ശ്രദ്ധ കൂട്ടണം. അതിന് നമ്മൾ പരിശീലിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ നാമജപം കൊണ്ട് ദുഃഖം മാറുമോ? നാമജപം കൊണ്ട് ദുഃഖം മാറുമോ? പറയൂ, എങ്ങനെയാണ് മാറുന്നത്? ശ്രദ്ധിക്കുക നിങ്ങള്. ദുഃഖം എന്നതൊരു ചിന്തയാണ്. ദുഃഖങ്ങളും വിഷമങ്ങളും ചിന്തകളാണ്. വാസ്തവത്തിൽ ചിന്തകളല്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആ ചിന്തയിലേക്കുള്ള നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആണോ അല്ലയോ? അപ്പൊ ആ ശ്രദ്ധയുടെ ആകർഷണം, ശ്രദ്ധയുടെ തീവ്രത, അതിലേക്ക് പോവാൻ കാരണം എന്താണ്? അതിനോടൊരു ആസക്തി ഉള്ളത് കൊണ്ടാണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ലൗകിക വർത്തമാനം പറയുന്നത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലവർ ഈ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവർക്ക് അതിനോടുള്ള താല്പര്യം പറയൂ കുറച്ച് കുറവായിരിക്കും. ആണോ അല്ലയോ? ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടൊരു വേവ് ലെങ്ത് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, ഇപ്പൊ പൊളിറ്റിക്സിൽ ഇഷ്ടമില്ലാത്തവരോട് പൊളിറ്റിക്സ് പറഞ്ഞാൽ അവരുടെ ശ്രദ്ധ പൊളിറ്റിക്സിലേക്ക് പോവോ? പറയൂ. ഇപ്പൊ നിങ്ങളോട് ഞാൻ ഉക്രൈന്റെ പ്രശ്നങ്ങൾ, റഷ്യയും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള, ട്രംപും പുടിനും തമ്മിലുള്ള ഡിസ്കഷനൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും, സ്വാമി വല്ല പുട്ടും കഴിച്ചോളൂ. ആ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവുമോ? ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് ഇവിടെ ഇരുന്ന് മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് ആ ഇൻട്രസ്റ്റ് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് ലൗകിക കാര്യത്തിലായിരിക്കും ഇൻട്രസ്റ്റ്. നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ആനക്കമ്പക്കാരെ കാണാം. ആനയോട് അത്ര കമ്പമാണ്. അവർക്ക് വീട്ടുകാരുടെ പേര് അറിയില്ലെങ്കിലും അവർക്ക് ആനയുടെ മുഴുവൻ പേരും അറിയാം. ഇപ്പൊ എന്നോടൊക്കെ, ഞാൻ അവിടെയൊക്കെ സപ്താഹത്തിന് പോകുമ്പോൾ എന്നോട് ചോദിക്കും, സ്വാമിക്ക് കുപ്പിശങ്കരനെ അറിയില്ലേ, ശങ്കരനാരായണനെ അറിയില്ലേ? അപ്പൊ ഞാൻ ചോദിക്കും, ഒറ്റപ്പാലത്തുള്ളതല്ലേ? അയ്യോ എന്റെ സ്വാമി, ആനയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ആന എന്ന് പറഞ്ഞാൽ അത്ര ഭ്രാന്താണ്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കല്ലേ ആ വിഷയത്തിലോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആണോ അല്ലയോ? അപ്പൊ ഓരോരുത്തരുടെയും ശ്രദ്ധ അവരവരുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷമങ്ങളോ പ്രയാസങ്ങളോ അനാവശ്യ ചിന്തകളോ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിലേക്ക് ശ്രദ്ധ പോകുന്നു. അപ്പൊ ശ്രദ്ധ അതിലേക്ക് പോവാതിരിക്കാൻ എന്താ വേണ്ടത്? ആ ശ്രദ്ധയെ മറ്റൊന്നിൽ പിടിച്ചു നിർത്താനുള്ളൊരു പരിശീലനം വേണം. അപ്പൊ നാമം എന്തിനാ ജപിക്കുന്നത്? ശ്രദ്ധയെ ഒരിടത്ത് പിടിച്ചു നിർത്താനുള്ള പരിശീലനമാണ് ഏത്? നാമജപം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജപിച്ച് ശീലിച്ചു നോക്കൂ. കുറെ കഴിഞ്ഞാൽ ശ്രദ്ധ നാമത്തിലേക്ക് വന്ന് 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 കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ എൻ്റെ മനസ്സിന് കുറെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിപ്പോൾ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല. മനസ്സിലാവുണ്ടോ ഈ പറയുന്നത്? ഇത് നിങ്ങൾ പരിശീലിച്ചെടുത്തു നോക്കണം, നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം, നിങ്ങളുടെ ഉള്ളിൽ ഇത് ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് വേറൊരാൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ അജാമിളൻ തന്റെ പാപത്തെ മുഴുവൻ പവിത്രീകരിച്ചു, അതിനെ പ്യൂരിഫൈ ചെയ്തു, ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ ദുർബല ചിന്തകളിലേക്കൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോവാൻ അദ്ദേഹം അവർക്ക് പറയൂ അനുവദിച്ചില്ല. ഇതിപ്പം അജാമിളന്റെ മാത്രം കഥയാണോ? അതോ നമുക്കും ഇത് പരീക്ഷിച്ചു നോക്കാൻ പറ്റുമോ? പറയൂ. അതാണ് ഭാഗവതം വഴി കാണിക്കുന്നത്. ഭാഗവതം ഏത് കഥ പറയുന്നതും ആ കഥയിൽ കേവലം ഒരു സന്ദേശം മാത്രമല്ല, മീൻസ് ഒരു നാമം ജപിച്ചോളൂ എന്ന് പറയില്ല. അതിനൊരു യുക്തി, അതിനൊരു സയൻസ് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അത് നമുക്ക് കൺവിൻസ്ഡ് ആയാൽ പിന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തീരുമാനിക്കണം.
എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത്. ഏത് വ്യക്തിക്കും അവരുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് പറയൂ ഉണ്ട്. അപ്പൊ ഇവിടെ തെറ്റ് ചെയ്ത ഒരു അജാമിളന്റെ കഥ എന്തിനാ പറഞ്ഞത്? എന്തിനായിരിക്കും വ്യാസഭഗവാൻ ആ കഥ എടുത്തത്? കാരണം ഒരാൾ തെറ്റ് ചെയ്തു, തെറ്റ് സംഭവിച്ചു. ആ തെറ്റിനെ ഓർത്തിരുന്ന് ഉള്ളിൽ ഇങ്ങനെ, ഞാൻ എന്തിനാ അത് തെറ്റ് ചെയ്ത്, ഞാൻ എൻ്റെ ഭാര്യയോട് ഇത് ചെയ്യരുതായിരുന്നു, എൻ്റെ അമ്മയോടും അച്ഛനോടും ഇത് ചെയ്യരുതായിരുന്നു, എൻ്റെ മക്കളോട് ഞാൻ ചെയ്ത് തന്നെ അയവിറക്കി കുറ്റബോധത്തിൽ വെന്ത് നീറി ചത്തുപോവാനല്ല നമ്മളോട് പറയുന്നത്. നമ്മളോട് പറയുന്നത് തെറ്റ് സംഭവിച്ചു, ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനി കഴിഞ്ഞതിനെ കുറിച്ചിരുന്ന് ചിന്തിക്കുകയല്ല. ഏത് പാപത്തിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നവരാണ് എപ്പോഴും ആ ബോധമുണ്ടാവുക. ഏത് തരത്തിലുള്ള നരക ചിന്തയിൽ നിന്നും പുറത്തു കടക്കാൻ സ്വാതന്ത്ര്യമുള്ള, ശക്തിയുള്ള, കഴിവുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഗീതയില് 9-ാം അധ്യായത്തിൽ 30-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, അഭിചേതസി പാപേഭ്യ പാപകൃത്യ സോറി ഇത് 4-ാം അധ്യായത്തിലാണ്. അതേ ശ്ലോകം വേറെ രീതി പറഞ്ഞു മാത്രം. ഇവിടെ പറയുന്നത് അഭിചേസു ദുരാചാര ഭജതേ മാമനന്യവാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സ. അഭിചേത്, ഈവൻ ഈഫ് നിങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഒരു ദുരാചാരം ചെയ്തു പോയി, ഒരു അബദ്ധം പറ്റി എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ തെറ്റ് ചെയ്യണം എന്നുള്ളതല്ല. അറിയാതെ നമ്മുടെ മനസ്സ് ചില ദുർബലതകളിലേക്ക് വീണുപോയി എന്ന് വെച്ച് അതിനെ തന്നെ അയവിറക്കി എൻ്റെ ജീവിതം ഇങ്ങനെയായി, ഞാനിങ്ങനെയായി എന്നും പറഞ്ഞിരുന്ന് ദുഃഖിക്കേണ്ട യാതൊരു അവർക്ക് പറയൂ. ഞാനിത് പറയുന്നുണ്ടല്ലോ, ഇന്നത്തെ കുട്ടികൾ ഇത് ശ്രദ്ധിക്കണം. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരുപാട് ഹോപ്പിൽ ജീവിക്കുന്നവരാണ്. ഇന്നിപ്പോ ധാരാളം കുട്ടികൾ ഈ PSC എഴുതുന്നു, അതുപോലെ തന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. കേട്ടില്ലേ ഇതൊക്കെ? ഇതൊന്നും ഒരു പക്ഷെ ക്ലിക്ക് ചെയ്തിട്ടില്ല, മീൻസ് കിട്ടിയിട്ടില്ല. കാരണം PSC ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, മുൻവാതിലിലൂടെ കയറാനാണ് അവര് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റ് അപ്പോഴേക്കും പിൻവാതിലൂടെ ആളെ കയറ്റിയിരുത്തിയിട്ടുണ്ടാവും. കേരളത്തിന് എന്താ പ്രത്യേകിച്ചാൽ മുൻവാതിലാണ് നിയമപരമായിട്ട് തുറന്നു കൊടുക്കേണ്ടത്. പക്ഷെ പിൻവാതിൽ അതിനു മുമ്പ് തന്നെ, നിങ്ങൾ മിക്കവാറും അമ്പലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കൂ, മുൻവാതിൽ തുറക്കുമ്പോഴേക്കും പിൻവാതിലൂടെ ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലയോ? അപ്പൊ ഇതുപോലെ PSCയിലും ആൾക്കാർ നേരെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും. പാവം ഇത് പരീക്ഷയും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും അത് കിട്ടണം എന്നില്ലല്ലോ. അപ്പൊ ചിലർക്ക് ഡിപ്രഷൻ വരും. ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും കാലം അതിനു വേണ്ടി മെനക്കെട്ടു, എനിക്കൊന്നും കിട്ടുന്നില്ല. കല്യാണം നടക്കാത്തതിൽ ഡിപ്രഷൻ ആവുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ കൂടുതലാണ്. കല്യാണം നടക്കാത്തതിൽ ഉണ്ടോ ഇല്ലയോ? അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാവാത്തതിൽ ഡിപ്രഷൻ ആവുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഈ തരത്തിലൊക്കെ ഉള്ള ഡിപ്രഷൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന പോയിന്റ് ഇതാണ്. ഈ ഡിപ്രഷൻ നമ്മൾ കൊണ്ടു നടന്നാൽ അത് കൂടുതൽ സിവിയറായി അത് മനസ്സിനെയും ശരീരത്തെയും നാളത്തെ ജീവിതത്തെയും തകർക്കും. കാരണം ഇന്നത്തെ അനാവശ്യ ചിന്തയാണ് നാളത്തെ ജീവിതത്തിന്റെ പരാജയം എന്നിപ്പോഴും ഓർത്തോണം. ഇന്നത്തെ അനാവശ്യ ചിന്തയാണ് നാളത്തെ ജീവിതത്തിന്റെ അവശ്യത എന്നോർക്കണം. അപ്പൊ ഇന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ നിന്നും പുറത്തു കടന്നാൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. രാമായണത്തില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺട്രാക്സിൽ പറയാണ് ഒരു ഭാഗമുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യുദ്ധകാന്ഡം തുടങ്ങുമ്പോഴാണ്. എവിടെയാണ്? ആ യുദ്ധകാന്ഡത്തില് ശ്രീരാമസ്വാമി, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് വേണ്ടി വാനരന്മാരെയൊക്കെ ആയിട്ട് രാമേശ്വരം കടൽ തീരത്ത് വന്നു. അങ്ങനെയല്ലേ കഥ? ആണോ? സീതാന്വേഷണത്തിന് എത്തിച്ചേർന്നു. അപ്പൊ അവിടെ എത്തിയ ശ്രീരാമസ്വാമി വലിയൊരു കടല് കണ്ട്, അറ്റമില്ലാത്ത കടല് കണ്ട്
ആലോചിക്കാണ്, ദൈവമേ, ഈ കടലൊക്കെ കടന്ന് സീതയെ കൊണ്ടുവരല് വല്ല നടക്കൂ? ഒരു തോണിയെടുത്ത് പുഴ അടക്കുന്ന പോലെ അല്ലല്ലോ കടല്. എങ്ങനെ ഞാൻ സീതാദേവിയെ ഈ കടൽ കടത്തി കൊണ്ടുവരും? ഇത് നടക്കുന്ന കാര്യമാണ്. ആരാ ചിന്തിക്കുന്നത്? എന്നിട്ട് ശ്രീരാമസ്വാമി പോലും ഒരു വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോവുക. ശ്രീരാമസ്വാമിക്ക് ഡിപ്രഷൻ വരും. ശ്രീരാമസ്വാമി ഒരു മനോവിഷമത്തിലേക്ക് പോകും. ആ സമയത്ത് ശ്രീരാമസ്വാമിയോട് പറയും, ചിന്തയുണ്ടാകരുതേതുമേ, ചിന്തയാകുന്നു കാര്യവിനാശിനി. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇത് ആരായിരിക്കും ശ്രീരാമസ്വാമിയോട് പറഞ്ഞത്? ശ്രീരാമസ്വാമിയെ കൗൺസിൽ ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ആരാണ് പറഞ്ഞത്? ഹനുമാൻ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ശിവനോ? ഹനുമാനാണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? നല്ല ശ്രദ്ധിച്ചിട്ടാ രാമായണം വായിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കത് പറയാനുള്ള ഒരു തൊലിക്കട്ടി ഉണ്ടായല്ലോ. ഹനുമാനല്ല പറയുന്നത്, ജാംബവാനാണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അല്ല, നിങ്ങളൊക്കെ സമ്മതിക്കണം, ജാംബവാനും അല്ല. പിന്നെ ആരാ പറയുന്നത്? ചിലരുത്തരം പറയുന്നുണ്ട്, ഞാൻ കേൾക്കാത്തതായിട്ട് അഭിനയിക്കാട്ടോ. എനിക്ക് കേൾക്കുന്നുണ്ട് ഞാൻ. ആരാ പറഞ്ഞത്? ആരാണ്? സുഗ്രീവനാണെന്ന് പറയുന്ന ഒരു കൈബുക്കു. ആരുമില്ലേ? സുഗ്രീവനാണ് പറഞ്ഞിരിക്കുന്നത്, ഹനുമാനും അല്ല, ജാംബവാനും അല്ല. ഇത് പറഞ്ഞത് സുഗ്രീവനാണ്. ആ സുഗ്രീവൻ ശ്രീരാമസ്വാമിയോട് പറയാണ്, ചിന്തയുണ്ടാകരുതേതുമേ. ഓർത്തോളൂ, ചിന്തയാകുന്നു കാര്യവിനാശിനി. അനാവശ്യമായി ചിന്ത കൂട്ടിയാൽ അത് നാളത്തെ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ, പുരോഗതിയെ കൂടുതൽ തടസ്സപ്പെടുത്തും. അപ്പൊ എന്ത് വേണം? അതിന് മാർഗങ്ങൾ മറ്റു പലതും ഉണ്ടാവും. അപ്പൊ മനുഷ്യന്, ശ്രദ്ധിക്കുക നിങ്ങള്, മുന്നോട്ടുള്ളൊരു മാർഗം തെളിഞ്ഞു കിട്ടണം. ആ മാർഗം തെളിഞ്ഞു കിട്ടാനാണ് രാമനോട് ഇരുന്ന് ധ്യാനിക്കാൻ പറയുന്നത്. ഈ ധ്യാനം, ജപം, ഇതൊക്കെ ചെയ്യുന്തോറും ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ തന്നെ പലതിനെയും പരിഹരിക്കാനുള്ള വഴികൾ അങ്ങനെ തെളിഞ്ഞു വരും. മനസ്സിലായില്ലേ? ഇതൊരു സത്യമായ കാര്യമാണ് പറയണത്. നിരന്തരം നിങ്ങൾ ജപിച്ചു നോക്കൂ, ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം നമ്മുടെ ഉള്ളിൽ തോന്നും. അതെങ്ങനെയെങ്കിലും നിങ്ങൾ കണക്റ്റഡ് ആവുക. ഏതെങ്കിലും വിധത്തിൽ കാലം നിങ്ങളെ അതിലേക്ക് കൊണ്ട് എത്തിക്കും. ആ സമയത്താണ് ശ്രീരാമസ്വാമി ഇങ്ങനെ ധ്യാനനിരതനൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് വരുണൻ പ്രത്യക്ഷപ്പെട്ട് പറയണത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നളൻ വാനരൻ, അദ്ദേഹം കല്ല് വെള്ളത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പാലമാക്കി തീർക്കാനുള്ളൊരു കഴിവുള്ളവനാണ്. അപ്പൊ തൻ്റെ കൂടെയുള്ള ഒരാളെ ശ്രീരാമസ്വാമിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, അങ്ങനെ കഴിവുള്ള ആളാണ്. പക്ഷെ ധ്യാനനിരതനായിട്ടിരിക്കുന്ന സമയത്ത് അത് കാലം കാണിച്ചു കൊടുക്കും. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് അനാവശ്യമായി ആശങ്കയും ഉത്കണ്ഠയും കൊണ്ടു നടക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിലേക്ക് ശ്രദ്ധ പോകുന്നതിന് കാരണം വേറൊന്നിലേക്ക് ശ്രദ്ധയെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ അയവിറക്കിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് എ നേച്ചർ ഓഫ് ദ മൈൻഡ്. അത് കണ്ടിന്യൂസ്ലി ചൂസ് ചെയ്യും. അതാണ് മനസ്സിന്റെ അവസ്ഥ. കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജയർക്കുണേ. മനസ്സങ്ങനെ ഒരു നേച്ചറാണ്. നിങ്ങൾ ഇനി ആരോടെങ്കിലും പറയണ, എന്തിനാ ചിന്തിക്കുന്നത്, എന്തിനാ ഒരാവശ്യം ചിന്തിക്കുന്നത്, നല്ലതുപോലെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് ശീലിച്ചെടുക്കാത്തടത്തോളം കാലം മനസ്സ് വീണ്ടും 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 അനാവശ്യമായത് തന്നെ ചിന്തിക്കും. വിഭീഷണൻ രാവണനോട് പറയുന്ന വരികളാണ്, ഏ രാവണ, നിന്റെ വാസന അത്രയും ശക്തിയുള്ളതുകൊണ്ട് ആര് നിന്നെ നല്ലത് ഉപദേശിച്ചിട്ടും കാര്യമില്ല. കാരണം നീ പഠിച്ചതേ പാടുള്ളൂ, അത് തന്നെ നിനക്ക് പറ്റുള്ളൂ. അതൊന്ന് പുറത്തു കടക്കാൻ പറ്റില്ല.
അപ്പൊ അതിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾ പണ്ടത്തെ ഗ്രാം ഫോൺ കണ്ടില്ലേ, പഴയ വലിയ പ്ലേറ്റുള്ള, ഇപ്പോഴത്തെ CD-യെക്കാളും ഇപ്പൊ CD-യും പോയി, ഇപ്പൊ ഒക്കെ പെൻ ഡ്രൈവായി. ഇപ്പൊ CD-യെക്കാളും വലിയൊരു CD-യുടെ അമ്മൂമ്മ അല്ലെങ്കിൽ CD-യുടെ അപ്പൂപ്പൻ, വലിയ CD, പഴയ പ്ലേ റെക്കോർഡർ കണ്ടിട്ടില്ലേ ഇല്ലേ? അവര് നീഡിൽ വെച്ച് ഇങ്ങനെ കറങ്ങി 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 പണ്ടത്തേക്ക് അമ്പലങ്ങളിലതൊക്കെ കാണും ഇല്ലേ, ഉണ്ടായിരുന്നില്ലേ? ആ പ്ലേറ്റില് ഒരു വര വീണാൽ പിന്നെന്താ സംഭവിക്കുക അറിയോ? പാട്ടിന്റെ ആ പ്ലേറ്റിൽ ഒരു വര വീണാൽ പിന്നെന്താ സംഭവിക്കുക? ഈ നീഡിലിന് ആ വരയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യത്? ആ പാടിയ വരി തന്നെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കൊണ്ടുപോയി 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 കൊണ്ടുപോയി, ആരെ കൊണ്ടുപോയി എന്ന് അറിയില്ല, അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയാണ് സീതയെ കൊണ്ടുപോയിന്ന്. അപ്പൊ സീതയെ കൊണ്ടുപോയി എന്ന് പറയണമെങ്കിൽ ഈ നീഡിലൊന്ന് അപ്പുറത്തേക്ക്, അതിന്റെ റെക്കോർഡ്, അതിന്റെ ആൾക്കാർ എക്സ്പെർട്ട് എന്ത് ചെയ്യും, നീഡിലൊന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ പിന്നെ അത് കണ്ടിന്യൂ പാടും. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ ഞാൻ നേരെയാവില്ല, ഞാൻ നേരെയാവില്ല, 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 അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും പ്ലേറ്റില് വര വീണുപോയി. എത്ര പേരുടെ പ്ലേറ്റിൽ വര വീണു? കൈ പൊക്കണ്ട, നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമുണ്ടോ? പവനവന്റെ മനസ്സിലാക്കുന്ന പ്ലേറ്റില് വര വീണാൽ പാടിയത് തന്നെ പാടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇടയ്ക്ക് എന്ത് ചെയ്യണം? അതൊന്നൊന്ന്, ആ സൂചി ഒന്ന് മാറ്റിക്കൊടുക്കണം. അതാണ് നാമജപം. അപ്പൊ നല്ലത് പാടാൻ ശ്രമിച്ചാൽ, നല്ലത് സ്മരിക്കാൻ ശ്രമിച്ചാൽ, ചേതസി പാപേഭ്യ പാപേഭ്യ പാപകൃതം. എന്താ അറിയില്ല, എന്റെ മനസ്സ് 4-ാം അധ്യായത്തിലേക്ക് തന്നെ പോകണം. ഞാൻ പറയേണ്ടത് 9-ാം അധ്യായമാണ്. അഭിചേത് സുദുരാചാര ഭജതേ മാം അനന്യഭാ. എന്താണ്? അഭിചേത് സുദുരാചാര ഭജതേ മാം അനന്യഭാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ കിസ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാന്തിമതി ഗച്ഛതി കൗന്ഥേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹേ അർജുന, ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ ഭക്തൻ, അതായത് നാമത്തിൽ ആസക്തിയുള്ള ഒരു ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടില്ല. ഞാൻ അവരെ കൈപിടിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. നാമജപത്തിൽ ഒരു സ്മരണത്തിൽ ലയം വന്നാൽ കാലം ഈശ്വര രൂപത്തിൽ വന്ന് നമുക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ ഏത് രൂപത്തിൽ അവതരിക്കുന്നു പറയാൻ പറ്റില്ല. അതേതെങ്കിലും വഴിക്കൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അവിചാരിതമായി ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് സംഭവിച്ചിട്ടില്ല? അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കും. നിങ്ങൾ സഹായം ചോദിച്ചവരൊരു പക്ഷെ സഹായിച്ചിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും ഇല്ല, സംഭവിച്ചിട്ടില്ല? എത്ര പേരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ട്? അത് സത്യമാണത്. അതാണ് ഭഗവാൻ പറയുന്നുണ്ടോ, നിങ്ങളെ തളരാൻ ഞാൻ ഒരിക്കലും അപ്പൊ നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. ആർക്ക്? ഭഗവാന്. ഈ നാമജപം ഏതുപോലെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുണ്ടല്ലോ ഈ വരിക്കച്ചക്കയും മറ്റേ ചക്കയ്ക്ക് എന്താ പറയും നിങ്ങള്? ഊളച്ചക്ക. നല്ല പേരാ അതിന് കൊടുത്തിരിക്കുന്നത്. അല്ല, ഊഴച്ചക്ക എന്നാണ്, പക്ഷെ ഊളച്ചക്ക എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ സാധനം ഉണ്ടല്ലോ, അത് കഴിക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതെന്ത് ചെയ്താൽ മതി? ബാക്കി കാര്യം അതന്നെ ചെയ്തോളൂ. വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അല്ല, എത്രയല്ലോ അതിന്. ശരിക്കും പറഞ്ഞാൽ നാമം അതിലതുപോലൊരു വെച്ച് കൊടുത്താൽ പിന്നെ അത് കൊണ്ട് നടന്നോളും. അതൊന്നായി കിട്ടാൻ, ആ ഒരു രുചിയായി കിട്ടാൻ കുറച്ച് കാലം എടുക്കുമായിരിക്കാം. രാമളൻ പഠിപ്പിക്കുന്ന പാഠം അതാണ്. പിന്തിരിഞ്ഞു നോക്കരുത്, മൂവ് ഫോർവേഡ്. മുന്നോട്ട് പോവുക. പിന്തിരിഞ്ഞു നോക്കി ജീവിതത്തെ ഒരിക്കലും നമ്മൾ താഴോട്ട് വലിക്കേണ്ട യാതൊരു കാര്യമില്ല. അതൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടമല്ല, കൂടുതൽ ജീവിതത്തെ ഗുരുതരമാക്കുന്ന, കൂടുതൽ ജീവിതത്തെ തളർത്തുന്ന അനുഭവമാണ്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ അല്ല ഓർക്കേണ്ടത്, മുന്നോട്ടുള്ള ജീവിതത്തെ, അതിനുള്ളൊരു ഊർജം, അതിനുള്ളൊരു കരുത്ത് നമുക്കുണ്ടാവണമെങ്കിൽ അതിനാണ് നമ്മൾ സത്സംഗവും നാമജപവും ഒക്കെ ഇട്ട് മനസ്സിനെ
പരിശീലിപ്പിച്ചത്. എന്ത് നല്ല ലെസൺസ് ആണ് നമുക്ക് തരുന്നത് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ കഥകളാണോ? ഇത് ജീവിതമല്ലേ? ഇന്നും ജീവിതത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞ് ജീവിക്കുന്നവരില്ലേ? കുറ്റബോധം കൊണ്ട് ജീവിക്കുന്നവരും, കിട്ടാത്തതിൽ ദുഃഖിക്കുന്നവരും, നഷ്ടപ്പെട്ടതിൽ തന്നെ മനസ്സ് ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉണ്ടോ? 10 or 20 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഹസ്ബൻഡിനെ ഓർത്ത് ഇപ്പോഴും ദുഃഖിച്ച് ജീവിക്കുന്നവരുണ്ടാവില്ലേ? ഉണ്ടാവില്ല. ഇപ്പൊ ഇത്തിരി കുറവാണ്, പണ്ട് വളരെ കൂടുതലായിരുന്നു അല്ലേ? പണ്ടൊക്കെ വളരെ കൂടുതലായിരുന്നു. ഈ തരത്തിലൊക്കെ ജീവിതത്തിൽ അനാവശ്യ ചിന്തകൾ കൊണ്ട് നടന്ന് സ്വന്തം ജീവിതത്തെ നിങ്ങൾ വിചാരിക്കും ഇതാണ് ജീവിതം. ഇതല്ല ജീവിതം. നിങ്ങൾ ഇഞ്ചിഞ്ചായി നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ അതിനെ വിടാൻ തെക്ത ഉത്തിഷ്ടപരന്തപ, ഈ മന്ത്രം ഓർത്ത് വെക്കുക. എന്താണ്? തെക്ത ഉത്തിഷ്ട. ഇതിനെ ത്യജിച്ചുകൊണ്ട് അതിൽ നിന്നും നാമത്തിലേക്ക് ഉയരൂ, നാമത്തിലേക്ക് ഉയരൂ. ഇത് സ്വയം പറയുക, നാമത്തിലേക്ക് ഉയരൂ. അങ്ങനെ നമ്മളെ ഉയർത്തിയെടുക്കാൻ സാധിച്ചാൽ നമ്മളെ തളർത്താൻ ഒരു ചിന്തകൾക്കും സാധ്യല്ല.